ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ ഇറുക്കി എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവില്ലേ. ഇപ്പൊ സാധാരണ നമ്മളത് യൂസ് ചെയ്യാറുണ്ടാകുന്ന എല്ലാവർക്കും അറിയാം. അത് ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ അതിൻ്റെ ആ ഒരു വക്ക് പിടിക്കാനും നമുക്ക് കൈകൊണ്ട് ഇളക്കാനും, അതുപോലെ ചൂടുള്ളതായാലും ചൂടില്ലാത്തതായാലും പാത്രങ്ങളൊക്കെ അടുപ്പിൽ നിന്നെടുത്ത് താഴേക്ക് വാങ്ങി വെക്കാനൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇറുക്കി യൂസ് ചെയ്യുന്നത്. എന്നാൽ എല്ലാവരും ഈ ഒരു ഭാഗമായിരിക്കും യൂസ് ചെയ്യുക അല്ലേ. ഈ ഒരു ഭാഗം കൊണ്ട് നമുക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടോ? അതാണ് ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഒന്നാമതായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു മുട്ടയുടെ ഒക്കെ ഒരു ഇത് എടുക്കുകയാണെങ്കിൽ അതിന്റെ ആ ഒരു ഇത് എടുക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ എടുക്കാം കേട്ടോ. അതായത് നമുക്കിതാ ഇതുപോലെ എടുക്കാൻ പറ്റും. മറ്റേതിനേക്കാൾ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റും. ഇതിപ്പോ ഒരു കുറച്ച് ചെറിയ ട്രേ ആണ്. ഇനിയിപ്പോ വലിയ ട്രേ ആണെങ്കിൽ ഇതിലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ. ഇനി അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാനൊക്കെ ചട്ടകം ഇല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കും. ഇത് നല്ല വൃത്തി ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് നമുക്ക് ഇളക്കി കൊടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഉള്ളിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ച് നന്നായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ പത്തിരിയൊക്കെ ചുടുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് കൈ പൊള്ളാതിരിക്കാൻ ഇതുപോലെ എടുത്ത് നമുക്ക് തിരിച്ചിടാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇതുപോലെ നമുക്ക് സുഖമായിട്ട് എടുത്ത് തിരിച്ചിടാൻ പറ്റും. അതുപോലെ തന്നെ പപ്പടം കാച്ചാനൊക്കെ പറ്റും കേട്ടോ. ഇതുപോലെ എടുത്ത് ഇതുപോലെ മറിച്ചിടാനൊക്കെ കൊള്ളും. അതുപോലെ ചിക്കൻ ആവട്ടെ ബീഫ് ആവട്ടെ ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ഒരു കൈ ഉപയോഗിച്ചിട്ടാണ് മറിച്ചും തിരിച്ചിടാല്. അപ്പൊ ഇതാവുമ്പോൾ നമുക്ക് കറക്റ്റ് ആ പീസ് എടുത്തതിന് ശേഷം തിരിച്ചിടാനൊക്കെ പറ്റും കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ പപ്പടം കാച്ചിയെടുക്കാനൊക്കെ നമുക്ക് പറ്റും. അപ്പൊ നമ്മൾ ആരും വിചാരിക്കാത്ത ഇത്ര തരത്തിലുള്ളൊരു ഹെൽപ്പ് ഈ ഒരു ഭാഗം കൊണ്ട് മാത്രമല്ല, ഈ ഒരു ഭാഗം കൊണ്ട് ഉണ്ട് കേട്ടോ. പലരും ഇത് മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. ഇത് കണ്ടോ, ഇതിങ്ങനെ പിടിച്ച് എടുത്തു വെക്കാനൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ്. മറ്റേതിനേക്കാളും കുറച്ചുകൂടി യൂസ്ഫുൾ ഈ ഒരു ഭാഗം കൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പത്തിരി ചുടാനും അതുപോലെ തന്നെ പപ്പടം കാച്ചിയെടുക്കാനും അതുപോലെ തന്നെ ചിക്കന് ബീഫൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മറിച്ചിടാൻ, മീൻ മറിച്ചിടാനൊക്കെ ഈ ഒരു ഭാഗം കൊണ്ട് നമുക്ക് പറ്റും കേട്ടോ. അപ്പൊ അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് പാത്രങ്ങൾ എടുക്കാൻ, ഇനി ഇഡ്ഡലി തവ ആയിക്കോട്ടെ, ഇഡ്ഡലിയുടെ ആ പാത്രം ആ മൂടിയൊക്കെ നിഷ്പ്രയാസം ഇതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇത് ഉപയോഗിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു യൂസ്ഫുൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയുമായി. ബൈ.